ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. സ്കന്ദപുരാണത്തിലെ കഥകളാണ് മഹാസ്കന്ദഷഷ്ടിയോടനുബന്ധിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ കഥാഭാഗം താരകാസുര വധമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയത് സ്കന്ദദേവൻ തൻ്റെ മാതാപിതാക്കളുടെ അനുഗ്രഹത്തോടു കൂടി യുദ്ധത്തിന് പുറപ്പെടുന്ന രംഗമാണ്. കൈലാസാദ്രിയിൽ നിന്ന് പരമേശ്വര ദർശനം കഴിഞ്ഞ് ഇറങ്ങിയ മഹാവിഷ്ണു വായുദേവനെ വിളിക്കുകയാണ്. എന്നിട്ട് ശൂരപത്മാസുര നിഗ്രഹത്തിനായി പുറപ്പെട്ടിരിക്കുന്ന സ്കന്ദദേവനെ സഹായിക്കണമെന്നും സ്കന്ദൻ്റെ സാരഥിയായി പ്രവർത്തിക്കണമെന്നും മഹാവിഷ്ണു വായുദേവനോട് പറയുന്നു. അങ്ങനെ മഹാവിഷ്ണുവിൻ്റെ കൽപ്പന പ്രകാരം വായുദേവൻ ആകാശമാർഗത്തിൽ സഞ്ചരിച്ചിരുന്ന സ്കന്ദരഥത്തിൽ പ്രവേശിക്കുകയും സാരഥിയുടെ സ്ഥാനത്ത് വായുദേവൻ ഇരിക്കുകയും ചെയ്തു. ഉപവായുക്കളായ 49 വായുക്കളുടെ അകമ്പടിയോടുകൂടി രഥം പറപ്പിച്ച വായുദേവൻ കുമാരദേവൻ്റെ സന്നിധിയിൽ എത്തിച്ചേരുകയും ആ രഥത്തിൽ ആരൂഢനാകാൻ ആവശ്യപ്പെടുകയും ചെയ്തു. സന്തുഷ്ടനായ മുരുകൻ സ്കന്ദദേവൻ വായുദേവൻ കൊണ്ടുവന്ന രഥത്തിൽ ഉപവിഷ്ടനാവുകയും ചെയ്തു. അങ്ങനെ യുദ്ധക്കളത്തിലേക്ക് സർവായുധധാരിയായി സ്കന്ദദേവൻ പുറപ്പെടുന്നു. ഈ യാത്ര കണ്ടതും ദേവന്മാർക്കെല്ലാം വളരെയധികം സന്തോഷമായി. കാരണം അവരുടെ അടിമത്തം അവസാനിക്കാൻ പോകുന്നു എന്ന് അവർക്ക് മനസ്സിലായി. എത്രയും പെട്ടെന്ന് സ്കന്ദദേവൻ ശൂരപത്മാസുരൻ എന്ന ആ ദുഷ്ടനായ അസുരനെ വധിക്കുമെന്നും അതോടുകൂടി തങ്ങളുടെ അടിമത്തം അവസാനിച്ച് തങ്ങൾക്ക് തങ്ങളുടെ വാസസ്ഥലം തിരിച്ചു കിട്ടും എന്നും അവർ വിശ്വസിച്ചു. അങ്ങനെ വിശ്വസിച്ച് അവർ സ്കന്ദദേവനെ സ്തുതിച്ചു. അനന്തകോടി ഭൂതങ്ങളും 2000 കോടി ശിവഗണങ്ങളും 108 സേനാ നായകന്മാരും സ്കന്ദദേവൻ്റെ കൽപ്പനയും കാത്ത് ദേവസന്നിധിയിൽ വന്നിച്ച് നിന്നു. കുമാരദേവനോടൊപ്പം യുദ്ധത്തിന് വന്നിരിക്കുന്ന ഭൂതങ്ങൾ സാധാരണക്കാരല്ല. അവർ വിചാരിച്ചാൽ ഈ ലോകങ്ങളെ മുഴുവനും വിഴുങ്ങുവാനും വിഴുങ്ങുന്നവയെ അവരുടെ ഉദരങ്ങളിൽ എരിയുന്ന ജരാഗ്നിയിൽ ദഹിപ്പിക്കുവാനും ശക്തിയുള്ളവരാണ്. അതുപോലെ തങ്ങൾ ഭക്ഷിക്കുന്നവയെയും ഭസ്മീകരിക്കുന്നവയെയും പരമേശ്വരൻ്റെ കൃപ കൊണ്ട് വീണ്ടും പുനർജീവിപ്പിക്കുവാനും കഴിവുള്ളവരുമാണ്. അതായത് ഭൂതങ്ങൾ സ്കന്ദദേവനെ സഹായിക്കാനായി വന്നിരിക്കുന്ന ഭൂതഗണങ്ങൾ നിസാരക്കാരല്ല എന്ന് അർത്ഥം. അങ്ങനെ സ്കന്ദദേവനും ഭൂതഗണങ്ങളും ഭൂലോകത്തിൽ കൂടിയാണ് യാത്ര ചെയ്തത്. അങ്ങനെ പോകുന്ന വഴിക്ക് അവർ ഒരു മലയെ കാണുന്നു. ആ മലയുടെ പേര് ക്രൗഞ്ചമല. നാരദ മഹർഷി ആ മലയെക്കുറിച്ച് മുരുകനോട് ഇങ്ങനെ പറയുന്നു. ശ്രദ്ധിച്ചു കേട്ടുകൊള്ളുക. ദേവദേവ, ആ കാണുന്നതാണ് ക്രൗഞ്ചമല. മഹർഷിമാരും ബ്രാഹ്മണരും ഈ വഴിയെ പോകുമ്പോൾ ഈ മല അവരെ വഴിതെറ്റിച്ച് കൊടും ചതിയിൽ പെടുത്തി കൊന്നൊടുക്കുക പതിവാണ്. അഗസ്ത്യമുനിയുടെ ശാപമേറ്റ് ക്രൗഞ്ചമല ഇവിടെ സ്ഥിതി ചെയ്യുന്നു. ഈ ക്രൗഞ്ചമലയുടെ സമീപത്താണ് മായാപുരി. ശൂരപത്മാസുരൻ്റെ സഹോദരന്മാരിൽ ഒരുവനായ താരകാസുരനാണ് മായാപുരിയുടെ ആധിപത്യം കൈയാളുന്നത്. യുദ്ധത്തിൽ മഹാവിഷ്ണുവിനെ തോൽപ്പിച്ച താരകാസുരൻ മഹാവിഷ്ണുവിൻ്റെ ചക്രായുധം അപഹരിക്കുകയും ആ ചക്രായുധം
പതക്കമായി നെഞ്ചിൽ ധരിച്ചിരിക്കുകയുമാണ്. ഗജമുഖനായ താരകനെ നിഗ്രഹിച്ചാൽ ശൂരപത്മാസുരനെ എളുപ്പം വധിക്കുവാൻ സാധിക്കും. ഇങ്ങനെ നാരദ മഹർഷി സ്കന്ദദേവനോട് പറയുന്നു. നാരദ മഹർഷിയുടെ ഇപ്രകാരമുള്ള വാക്കുകൾ ശ്രവിച്ച സ്കന്ദദേവൻ അപ്രകാരം ചെയ്യാം എന്ന് സമ്മതിക്കുന്നു. എന്നാൽ ശൂരപത്മാസുരന്റെ അനുജനായ താരകാസുരനെ വധിക്കുവാൻ തനിക്ക് അവസരം നൽകണമെന്ന് ഒരാൾ സ്കന്ദനോട് പറയുന്നു. അയാൾ ആരാണ്? വീരബാഹു. വീരബാഹു ആരാണെന്ന് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു. വീരബാഹുവിൻ്റെ ആത്മവിശ്വാസവും ആത്മാർത്ഥതയും കണ്ട് സ്കന്ദദേവൻ ചിരിച്ചു. തുടർന്ന് വീരബാഹുവിൻ്റെ അപേക്ഷ മുരുകൻ അംഗീകരിച്ചു. അങ്ങനെ വീരബാഹു മറ്റു ഭൂതഗണങ്ങളെയുമൊക്കെ കൂട്ടിക്കൊണ്ട് മായാപുരിയിൽ എത്തിച്ചേരുന്നു. നഗരത്തിൽ പ്രവേശിച്ച ഭൂതങ്ങൾ കണ്ണിൽ കാണപ്പെട്ട അസുരന്മാരെ എല്ലാം അടിച്ചും ഇടിച്ചും കടിച്ചും തൊഴിച്ചും വിരട്ടിയോടിച്ചു. ശരീരാവയവങ്ങൾ ഒടിഞ്ഞു നുറുങ്ങിയ അസുരന്മാർ വേദന കൊണ്ട് പുളഞ്ഞ് മുറവിളി കൂട്ടി. പെട്ടെന്ന് തന്നെ ഈ വിവരം ആരുടെ ചെവിയിൽ എത്തിച്ചേർന്നു? താരകാസുരൻ്റെ ചെവിയിൽ എത്തിച്ചേർന്നു. കോപത്തോടുകൂടി താരകാസുരൻ അട്ടഹസിച്ചു. അവൻ്റെ കണ്ണുകളിൽ കോപാഗ്നി ജ്വലിച്ചു. അല്പന്മാരായ ദേവന്മാർ നമ്മുടെ മായാനഗരത്തെ ആക്രമിക്കുവാൻ ഒരുമ്പെട്ട് വന്നിരിക്കുന്നു. എന്തൊരു ബുദ്ധിമോശമാണിത്! കത്തിജ്വലിക്കുന്ന അഗ്നികുണ്ഡമാണ് താരകാസുരൻ എന്നറിയാതെ ഈയാമ്പാറ്റകളായ ദേവന്മാർ ചിറകു നഷ്ടപ്പെട്ട് പിടഞ്ഞു മരിക്കുന്നത് കാണാൻ എല്ലാവർക്കും ഉടൻ തന്നെ സാധിക്കും. ആരെവിടെ? ദുന്ദുഭികൾ മുഴങ്ങട്ടെ, യുദ്ധകാഹളധ്വനി ഉയരട്ടെ, ചതുരംഗസേനകൾ അണിനിരക്കട്ടെ, നമ്മുടെ രഥം തയ്യാറാകട്ടെ. ഇങ്ങനെ താരകാസുരൻ ആജ്ഞാപിച്ചു. മഹാമേരു പർവ്വതത്തെ പോലെ ഭീമാകാരനായ താരകാസുരൻ തൻ്റെ അജയ്യമായ ആയുധമായ വൈരദണ്ഡ് അതും കയ്യിലേന്തി സിംഹങ്ങളെ പൂട്ടിയ രഥത്തിൽ, ശ്രദ്ധിച്ചു കേൾക്കുക, താരകാസുരൻ സിംഹങ്ങളെ പൂട്ടിയ രഥത്തിൽ തൻ്റെ വൈരദണ്ഡും കയ്യിലേന്തി പല കോടി അസുരവീരന്മാരുടെ അകമ്പടിയോടുകൂടി യുദ്ധത്തിന് പുറപ്പെട്ടു. എണ്ണമില്ലാത്ത അസുരപ്പടകളെ കണ്ട് ഭൂതങ്ങൾ സ്കന്ദദേവനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പിഴുതെടുക്കപ്പെട്ട വൻമരങ്ങളും മലശിഖിരങ്ങളും കുന്നുകളും ശൂലങ്ങളും ചക്രായുധങ്ങളും ദണ്ഡുകളും ഈ അസുരന്മാരുടെ മേൽ പ്രയോഗിച്ചു. അസുരന്മാർ ഭൂതങ്ങളെ ലക്ഷ്യമാക്കി അസ്ത്രങ്ങളും ശൂലം, ഖഡ്ഗം, ഗദ, ചക്രം മുതലായ ആയുധങ്ങളും വർഷിച്ചു. ഹരേ കൃഷ്ണ. ആ യുദ്ധം നിങ്ങളിങ്ങനെ നിങ്ങളുടെ മനസ്സിൽ കാണണം. ഘോരഘോരമായ യുദ്ധം നടക്കുകയാണ്. നീതിയും അനീതിയും തമ്മിലുള്ള യുദ്ധം, ധർമ്മവും അധർമ്മവും തമ്മിലുള്ള യുദ്ധം. വിലാപങ്ങളും ദീനരോദനങ്ങളും ഉയർന്നു. രക്തപ്പുഴകൾ നാനാഭാഗങ്ങളിലേക്ക് ഒഴുകി. ഇരുവശത്തും നാശമുണ്ടായി. ഭൂതങ്ങളും അസുരന്മാരും തുരുതുരെ മരിച്ചു വീണു. ഭൂതങ്ങൾ അസുരന്മാരെ വധിക്കുന്നത് കണ്ട താരകാസുരൻ കോപത്തോടുകൂടി തൻ്റെ വൈരദണ്ഡും ചുഴറ്റിക്കൊണ്ട് തൻ്റെ രഥത്തിൽ നിന്നും ചാടിയിറങ്ങി. ഇടിനാദത്തെ പോലെ ഗർജിച്ചുകൊണ്ട് തൻ്റെ വൈരദണ്ഡ് വീശി അയാൾ പല ഭൂതങ്ങളെയും വധിച്ചു. താരകാസുരന്റെ ആക്രമണത്താൽ ഭൂതങ്ങൾ ഭയപ്പെട്ടു. വീരപുത്രന്മാർ കോപത്തോടുകൂടി അമ്പും വില്ലുമേന്തി താരകാസുരനെ
നേരിട്ടു. അവർ താരകാസുരനു നേരെ അസ്ത്രമഴ വർഷിച്ചു. പക്ഷേ അവയൊന്നും താരകാസുരനെ സ്പർശിച്ചില്ല. താരകാസുരൻ ലക്ഷം വീരന്മാരെ നോക്കി പരിഹസിച്ച് ചിരിച്ചു. അപമാനവും കോപവും കൊണ്ട് കലിതുള്ളിയ ലക്ഷം വീരന്മാർ താരകാസുരനു നേരെ ദേവായുധങ്ങൾ പ്രയോഗിച്ചു. എന്നാൽ അവയൊന്നും താരകാസുരനെ ഒന്നും ചെയ്തില്ല. ആ യുദ്ധത്തിൽ താരകാസുരനായിരുന്നു മേൽക്കൈ. കോപത്തോടുകൂടി തൻ്റെ വൈരദണ്ഡു കറക്കിയ താരകാസുരൻ ലക്ഷം വീരന്മാരുടെ കുതിരകളെയും രഥങ്ങളെയും തകർത്തു. അയാൾ അവരെ പിടിച്ച് സമുദ്രത്തിലേക്ക് എറിഞ്ഞു കളഞ്ഞു. സമുദ്രത്തിൽ പതിച്ച ലക്ഷം വീരന്മാർ ശക്തി നശിച്ച് അവശരായി തീരുകയും ചെയ്തു. ഇതെല്ലാം കാണുന്നുണ്ട് ആര്? വീരകേസരി. വീരകേസരി സ്കന്ദദേവനെ പ്രാർത്ഥിച്ചുകൊണ്ട് താരകാസുരനെ നേരിട്ടു. വീരകേസരിയുടെ ആക്രമണത്താൽ താരകാസുരൻ്റെ കിരീടം തെറിച്ച് തറയിൽ വീണു. താരകാസുരൻ അപമാനിക്കപ്പെട്ടു. അതോടുകൂടി ആ അപമാന ഭാരത്താൽ ആക്രോശിച്ചുകൊണ്ട താരകാസുരൻ തൻ്റെ വൈരദണ്ഡ് വീരകേസരിക്കുമേൽ പ്രയോഗിച്ചു. ആ ദണ്ഡ് നെഞ്ചിൽ പതിക്കുകയും വീരകേസരി ബോധം കെട്ട് നിലത്തു വീഴുകയും ചെയ്തു. അതുകണ്ട് പരാക്രമശാലിയായ വീരബാഹു താരകാസുരനോട് യുദ്ധം ചെയ്യാനായി വന്നു. വീരബാഹുവും താരകാസുരനും തമ്മിൽ ഘോരമായ യുദ്ധമാണ് പിന്നീട് നടന്നത്. മേഘങ്ങൾ മേഘങ്ങളോട് ഏറ്റുമുട്ടുന്നത് പോലെയും സമുദ്രവും സമുദ്രവും തമ്മിൽ യുദ്ധം ചെയ്യുന്നത് പോലെയും തുല്യശക്തികളായ വീരബാഹുവും താരകാസുരനും തമ്മിൽ ഉഗ്രമായ യുദ്ധമാണ് പിന്നീട് നടന്നത്. ഒടുവിൽ വീരബാഹുവിൻ്റെ അസ്ത്രങ്ങൾ താരകാസുരൻ നശിപ്പിച്ചു. ദിക്കെങ്ങും പൊട്ടുമാറി ഗർജിച്ചുകൊണ്ട് താരകാസുരൻ വീരബാഹുവിനുമേൽ തൃശൂലം പ്രയോഗിച്ചു. തീപ്പൊരികൾ തുപ്പിക്കൊണ്ട് വായുവേഗത്തിൽ പാഞ്ഞു വന്ന ആ ശൂലായുധം വീരബാഹുവിൻ്റെ നെഞ്ചിൽ പതിച്ചു. അതോടുകൂടി വീരബാഹുവിന് ബോധം നഷ്ടപ്പെട്ടു. അപ്പോഴും യുദ്ധത്തിൽ താരകാസുരന് മേൽക്കൈ നേടി. അത് കണ്ടപ്പോൾ സന്തുഷ്ടനായ താരകാസുരൻ പൊട്ടിച്ചിരിച്ചു. നവവീരന്മാരിൽ അവശേഷിച്ച 7 പേരും താരകാസുരനോട് ഏറ്റുമുട്ടി. 7 പേരും പരാജയപ്പെട്ടു. അപ്പോഴേക്കും വീരബാഹുവിന് ബോധം തെളിയുകയും വീണ്ടും വീരബാഹു താരകാസുരനുമായി യുദ്ധം ചെയ്യുകയും ചെയ്തു. പിന്നീട് യുദ്ധത്തിൽ തോൽക്കും എന്ന അവസ്ഥ വരുമ്പോൾ താരകാസുരൻ മായാരൂപം ധരിക്കുകയും യുദ്ധം ചെയ്യുകയും ചെയ്തു. അതോടുകൂടി എങ്ങനെയെങ്കിലും താരകാസുരനെ വധിക്കണം എന്ന് നിശ്ചയിച്ച വീരബാഹു വീരഭദ്രായുധം കയ്യിലേന്തി നിന്നു. വീരഭദ്രായുധത്തിൻ്റെ ആ തിളക്കം കണ്ടിട്ട് പേടിച്ചുപോയി താരകാസുരൻ. അതോടുകൂടി സൂര്യനെ കണ്ട് ഓടി ഒളിക്കുന്ന ഇരുട്ടിനെ പോലെ മായാരൂപങ്ങൾ നഷ്ടപ്പെട്ട താരകാസുരൻ പ്രാണഭീതിയോടുകൂടി രഥത്തിൽ നിന്ന് ഇറങ്ങി ഓടി. തോറ്റോടുന്നവനു നേരെ ആയുധം പ്രയോഗിക്കുന്നത് ധർമ്മമല്ല. അതിനാൽ വീരബാഹു താരകാസുരനു നേരെ വീരഭദ്രായുധം പ്രയോഗിച്ചില്ല. എങ്കിലും താരകാസുരനെ അന്വേഷിച്ചു കണ്ടുപിടിച്ച് കൈകാലുകൾ ബന്ധിച്ച് സ്കന്ദദേവന് മുമ്പിൽ സമർപ്പിക്കണം എന്ന് വീരബാഹു കരുതുകയും അതനുസരിച്ചിട്ട് താരകാസുരനെ പിന്തുടരുകയും ചെയ്തു. ചതുപ്രയോഗങ്ങൾ കൊണ്ട് മാത്രം വിജയം വരിച്ചു വന്ന താരകാസുരൻ മായാജാലങ്ങളുടെ ഉറവിടമായ ക്രൗഞ്ച മലയിലെ ഒരു ഗുഹയിൽ ചെന്ന് ഒളിച്ചു. ഗുഹയിലെ ഇരുട്ടിൽ കടന്ന വീരബാഹു താരകാസുരനെ തിരഞ്ഞു. ഭയങ്കര ഇരുട്ടാണ്, കാണാൻ സാധിച്ചില്ല.
പുറത്തേക്ക് കടക്കുന്നതിനുള്ള വഴി കണ്ടുപിടിക്കുവാനും വീരബാഹുവിന് കഴിഞ്ഞില്ല. ഇതുതന്നെ തക്ക സമയമെന്ന് കരുതിയ ക്രൗഞ്ചാസുരൻ വീരബാഹുവിൻ്റെ ബുദ്ധി നശിപ്പിക്കുകയും താൻ ആരാണ് എന്നുള്ള ഓർമ്മ പോലും നഷ്ടപ്പെടുത്തുകയും ചെയ്തു. പൂർവകാല സ്മരണകളെല്ലാം നഷ്ടപ്പെട്ട ആ വീരബാഹു ഒന്നും അറിയാത്തവനെ പോലെ ആ ക്രൗഞ്ചമലയിൽ മയങ്ങിക്കിടക്കുകയും ചെയ്തു. താരകാസുരനെ പിന്തുടർന്നു പോയ വീരബാഹു ക്രൗഞ്ചമലയിൽ താരകാസുരനുമായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കാം എന്നു തെറ്റിദ്ധരിച്ച സഹോദരന്മാരും സേനാനായകന്മാരും ഭൂതന്മാരും ക്രൗഞ്ചമലയിലുള്ള മായാഗുഹയിൽ ചെന്ന് അകപ്പെടുകയും ചെയ്തു. വീരബാഹുവിന് സംഭവിച്ചതുപോലെ അവർക്കും സംഭവിച്ചു. അവരും തങ്ങൾ ആരാണ് എന്നുള്ള ബോധം നശിച്ച് ആ ഗുഹയ്ക്കുള്ളിൽ മയങ്ങി വീഴുകയും ചെയ്തു. അത് കണ്ടതും താരകാസുരൻ അട്ടഹസിച്ചു. അവൻ വിജയിച്ചു എന്ന് അവൻ ചിന്തിച്ചു. അയാൾ ക്രൗഞ്ചമലയുടെ മുകളിൽ പ്രത്യക്ഷപ്പെടുകയും തൻ്റെ രഥത്തിലേക്ക് കയറുകയും ചെയ്യുന്നു. അവൻ്റെ ചുറ്റിലും കൂടി നിന്ന അസുരന്മാർ താരകാസുരൻ ജയിച്ചു എന്നു കരുതി അട്ടഹാസം മുഴക്കുകയും ചെയ്തു. തലവനെ നഷ്ടപ്പെട്ട് ദുഃഖിച്ചു നിന്നിരുന്ന ഭൂതന്മാരെ അയാൾ ഒരു നിമിഷം കൊണ്ട് തുരത്തി ഓടിക്കുകയും ചെയ്തു. ഈ വിധ സംഭവങ്ങളെല്ലാം ആര് കാണുന്നുണ്ട്? നാരദമുനി കാണുന്നുണ്ട്. നാരദമുനി ദേവന്മാരോട് കൂടി ചെന്ന് താരകാസുരൻ്റെ മായായുദ്ധത്തെക്കുറിച്ച് സ്കന്ദദേവനെ ധരിപ്പിക്കുന്നു. നാരദ മഹർഷിയിൽ നിന്നും സർവ്വവിവരങ്ങളും അറിഞ്ഞ കുമാരദേവൻ അവരെ ആശ്വസിപ്പിച്ചു. ദേവന്മാരെ ദുഃഖം വെടിഞ്ഞാലും നാം തന്നെ താരകാസുരനെ വധിക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ട് താരകാസുരൻ്റെ അടുക്കലേക്ക് ആര് എഴുന്നള്ളുന്നു? സ്കന്ദദേവൻ എഴുന്നള്ളുന്നു. താരകാസുര നിഗ്രഹത്തിനായി യുദ്ധക്കളത്തിലേക്ക് എഴുന്നള്ളിയ സ്കന്ദദേവൻ വായു ഭഗവാൻ സാരഥിയായിരിക്കുന്ന ആ രഥത്തിൽ ആരൂഢനായി. സാരഥിയായ വായുദേവൻ ഭഗവാന്റെ കൽപ്പനപ്രകാരം മനോവേഗത്തേക്കാൾ വേഗത്തിൽ രഥം തെളിച്ചു. മണ്ണും വിണ്ണും സമുദ്രങ്ങളും മലകളും രഥവേഗത്തിൽ ഞെട്ടിവിറച്ചു. ആകാശമാർഗത്തിൽ കൂടി ആ ദിവ്യമായ രഥം വായുവിനേക്കാൾ വേഗത്തിൽ പറന്നു. അങ്ങനെ സ്കന്ദദേവൻ യുദ്ധക്കളത്തിൽ പ്രത്യക്ഷപ്പെട്ടു. അത് കണ്ടതും അവശേഷിച്ച ഭൂതഗണങ്ങൾക്ക് ആശ്വാസമായി. അതോടുകൂടി സ്കന്ദദേവനെ കണ്ടതോടുകൂടി അസുരന്മാരെല്ലാവരും അവിടെ നിന്നും ഓടി ഒളിക്കാനായി ശ്രമിക്കുകയും പക്ഷേ സ്കന്ദദേവന്റെ ബലത്താൽ ഭൂതങ്ങൾ അവരെയെല്ലാം കൊന്നൊടുക്കുകയും ചെയ്തു. തൻ്റെ പോരാളികൾ സൈന്യങ്ങൾ മുറിവേറ്റു തോറ്റോടുന്ന ദയനീയമായ അവസ്ഥ കണ്ടപ്പോൾ താരകാസുരൻ കോപം കൊണ്ട് കത്തിജ്വലിക്കുകയും അനേകായിരം ബാണങ്ങൾ അയാൾ സ്കന്ദദേവനുമേൽ പ്രയോഗിക്കുകയും ചെയ്തു. പിന്നീട് അതികഠിനമായ യുദ്ധമായിരുന്നു നടന്നത്. ഇരുഭാഗങ്ങളിലും കനത്ത നാശമാണ് ഉണ്ടായത്. അങ്ങനെ യുദ്ധം ചെയ്ത് താരകാസുരൻ ഇവിടെ എത്തിച്ചേർന്നു. അറുമുഖദേവന്റെ മുമ്പിൽ എത്തിച്ചേരുന്നു. അറുമുഖദേവനെ കണ്ട താരകാസുരൻ ഭഗവാന്റെ ആ തിരുസൗന്ദര്യം കണ്ട് ആശ്ചര്യപ്പെടുകയാണ് ചെയ്തത്. ഈ ബാലകനാണോ നമ്മുടെ ശത്രു? ഇവനുമായാണോ നാം യുദ്ധം ചെയ്യേണ്ടത്? ആശ്ചര്യം, അവിശ്വസനീയം. ഇങ്ങനെയൊക്കെ ചിന്തിക്കുകയാണ് താരകാസുരൻ. അതിനുശേഷം താരകാസുരൻ സ്കന്ദദേവനുമായി നേരിട്ട് യുദ്ധം ചെയ്യാനായി തയ്യാറായി. മഹാവിഷ്ണുവും ബ്രഹ്മദേവനും ദേവേന്ദ്രനും നമ്മളോട് വിരോധമുണ്ട്. പക്ഷേ എൻ്റെ തപോനിഷ്ഠയിൽ സംപ്രീതനായി എനിക്ക് വരങ്ങൾ നൽകിയ പരമേശ്വരനോട് എനിക്ക് യാതൊരു വിരോധവുമില്ല. അങ്ങനെയിരിക്കുന്ന അവസരത്തിൽ ശിവകുമാരനായ നീ എന്തിനാണ് എന്നോട് യുദ്ധം ചെയ്യാൻ വന്നിരിക്കുന്നത്?
അതിൻ്റെ കാരണം എന്താണ് എന്ന് ഈ താരകാസുരൻ സ്കന്ദദേവനോട് ചോദിക്കുന്നു. അപ്പോൾ ദേവൻ ഇങ്ങനെ പറഞ്ഞു: താരകാസുര, ജീവരാശികൾ ചെയ്യുന്ന നന്മ, തിന്മ എന്നിവയ്ക്ക് അനുസരിച്ചിട്ടുള്ള ഫലങ്ങൾ നൽകുന്നവനാണ് പരമേശ്വരൻ. നീയും നിന്റെ സഹോദരന്മാരും തപസ് എന്ന നല്ല പ്രവൃത്തി അനുഷ്ഠിച്ചപ്പോൾ അതിൻ്റെ ഫലമായ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് അദ്ദേഹം നൽകി. ആ ദൈവാനുഗ്രഹ സിദ്ധിയാൽ നിങ്ങൾ നേടിയ ശക്തിയുടെ അഹങ്കാരം കൊണ്ട് നിങ്ങൾ മറ്റുള്ളവരെ ഉപദ്രവിച്ചു. ആ ദുഷ്കർമ്മഫലത്തിന് ശിക്ഷ നൽകുന്നതിന് വേണ്ടി ഈശ്വരൻ അരുളി ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ശക്തിയും പ്രതാപവും തിരിച്ചെടുക്കുവാൻ വേണ്ടിയിട്ടാണ് മഹാദേവൻ എന്നെ നിയോഗിച്ചിരിക്കുന്നത്. ഇങ്ങനെ സ്കന്ദദേവൻ താരകാസുരനോട് പറയുന്നു. അപ്പോൾ അല്പം പരിഹസിച്ചുകൊണ്ട് താരകാസുരൻ പറയുകയാണ്: ഗരുഡാരൂഢനായി വന്ന് ഞാനുമായി യുദ്ധം ചെയ്ത് പരാജയപ്പെട്ട മഹാവിഷ്ണുവിൻ്റെ ചക്രായുധമാണ് ഞാൻ ആഭരണമായി ധരിച്ചിരിക്കുന്നത്. യുദ്ധം ചെയ്ത് എന്നെ തോൽപ്പിക്കുവാൻ ആർക്കും ഇതുവരെ സാധിച്ചിട്ടില്ല. എന്നോട് യുദ്ധം ചെയ്തിട്ടുള്ളവരാരാണോ അവരൊക്കെ മരണപ്പെടുകയോ പരാജയപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. എന്നോട് യുദ്ധം ചെയ്യുവാൻ നീ നിയോഗിച്ച വീരന്മാരെ ക്രൗഞ്ചമലയിൽ ഞാൻ ഉറക്കി കിടത്തിയിട്ടുണ്ട്. അനേകായിരം ഭൂതഗണങ്ങളെ ഞാൻ കൊല്ലുകയും ചെയ്തു. ബാലകനായ നീ എന്നോട് യുദ്ധം ചെയ്ത് മരിക്കുവാൻ ഇടയാകാതെ നിന്റെ പിതാവായ പരമേശ്വരൻ്റെ അടുക്കൽ പോയി സുഖമായി ജീവിച്ചു കൊള്ളുക, അതാണ് നിനക്ക് നല്ലത് എന്ന് പരിഹസിച്ചുകൊണ്ടാണ് താരകാസുരൻ സ്കന്ദദേവനോട് പറഞ്ഞത്. പക്ഷേ സ്കന്ദദേവൻ അതൊന്നും വകവച്ചില്ല. യുദ്ധത്തിന് താരകാസുരനെ ക്ഷണിച്ചു. പിന്നീട് കണ്ടത് അതിഘോരമായ യുദ്ധമാണ്. താരകാസുരൻ തോൽക്കും എന്ന അവസ്ഥ വന്നു. താരകാസുരൻ ബ്രഹ്മാസ്ത്രവും നാരായണാസ്ത്രവും സ്കന്ദദേവനുമേൽ പ്രയോഗിച്ചു. പക്ഷേ ആ അസ്ത്രങ്ങളൊന്നും തന്നെ മുരുകദേവൻ്റെ തിരുമേനിയെ ഒന്ന് തലോടുക പോലും ചെയ്തില്ല. അങ്ങനെ ശക്തിയും സിദ്ധിയുമില്ലാത്ത നാരായണ ബ്രഹ്മാസ്ത്രങ്ങളെ പഴിച്ചുകൊണ്ട് താരകാസുരൻ ശിവദത്തമായ പാശുപതം എന്ന അസ്ത്രത്തെ എടുത്ത് മാനസപൂജ ചെയ്ത് സ്കന്ദദേവനുമേൽ പ്രയോഗിച്ചു. പരമേശ്വരാസ്ത്രം കഠിനമായ വിഷത്തെയും ദിവ്യായുധങ്ങളെയും ഭൂതങ്ങളെയും പന്നകങ്ങളെയും തൃശൂലങ്ങളെയും പ്രളയാഗ്നിയെയും വർഷിച്ച് സർവ്വലോകങ്ങളെയും ചരാചരങ്ങളെയും വിറപ്പിച്ചുകൊണ്ട് കോപത്തോടുകൂടി ദ്രുതഗതിയിൽ കുതിച്ചു പാഞ്ഞു. സംഹാര താണ്ഡവമാടിക്കൊണ്ട് പാഞ്ഞ് സമീപിച്ചുകൊണ്ടിരിക്കുന്ന പാശുപതാസ്ത്രം ദർശിച്ച കുമാരദേവൻ പരമേശ്വരനെ മനസ്സിൽ ധ്യാനിച്ചു. എന്നിട്ട് തൻ്റെ തൃക്കരം നീട്ടി ആ ദിവ്യാസ്ത്രത്തെ സ്വീകരിച്ചു. നാരായണാസ്ത്രവും ബ്രഹ്മാസ്ത്രവും പാശുപതാസ്ത്രവും ഒന്നും കുമാരദേവനെ തൊട്ടില്ല. കാരണം അവർക്ക് വേണ്ടിയിട്ടാണ് സാക്ഷാൽ ഈശ്വരൻ യുദ്ധം ചെയ്യാനായി വന്നിരിക്കുന്നത്. ഇത് കണ്ടതും എല്ലാ അസ്ത്രങ്ങളും എല്ലാ ദിവ്യാസ്ത്രങ്ങളും കുമാരദേവന് മുമ്പിൽ പരാജയപ്പെടുന്നു എന്നു കണ്ട് പരിഭ്രമിച്ച താരകാസുരൻ തൻ്റെ സാമ്രാജ്യവും ജീവനും നഷ്ടപ്പെട്ടതായി തന്നെ തീരുമാനിക്കുന്നു. ഇനി മായായുദ്ധത്തിൽ കൂടി മാത്രമേ കുമാരനെ ജയിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് താരകാസുരൻ ചിന്തിച്ചു. അതോടുകൂടി മായായുദ്ധം ചെയ്യുവാൻ ആ അസുരൻ തീരുമാനിക്കുന്നു. തുടർന്ന് താരകാസുരൻ്റെ നിർദ്ദേശപ്രകാരം ക്രൗഞ്ചമല പല അത്ഭുത മായകളും കാണിക്കുവാൻ തുടങ്ങി. ത്രിപുരങ്ങളിലും ക്രൗഞ്ചമല പ്രത്യക്ഷപ്പെട്ടു. ത്രിപുരങ്ങളിലെ അസുരന്മാരായി താരകാസുരൻ രൂപാന്തരപ്പെട്ടു. കാർമേഘങ്ങളായി ക്രൗഞ്ചമല രൂപാന്തരപ്പെട്ടു. കാർമേഘങ്ങളായി രൂപാന്തരപ്പെട്ടു. ആ കാർമേഘങ്ങൾക്കുള്ളിലെ ഇടിമുഴക്കങ്ങളായി താരകാസുരൻ
ഗർജിച്ചു. ക്രൗഞ്ചമല മഹാസമുദ്രങ്ങളായി മാറി. താരകാസുരൻ പ്രളയാഗ്നിയായി മാറി. ചക്രവാളഗിരിയെ വലയം ചെയ്യുന്ന കൂരിരുട്ടായി ക്രൗഞ്ചമല മാറി. അങ്ങനെ പലതരത്തിലുള്ള മായകളും ക്രൗഞ്ചമല കാണിക്കുകയാണ്. അതനുസരിച്ചിട്ടുള്ള മായകൾ താരകാസുരനും കാണിക്കുകയാണ്. ഇങ്ങനെയൊക്കെ കാണിച്ച് ഭയപ്പെടുത്തുകയാണ് ക്രൗഞ്ചമലയും താരകാസുരനും. ഇപ്രകാരം ക്രൗഞ്ചമലയും താരകാസുരനും ചേർന്നു നടത്തിയ മായാജാല നാടകങ്ങൾ ദർശിച്ച കുമാരദേവൻ താരകാസുരനെ വധിക്കേണ്ടുന്ന സമയമായി എന്ന് നിശ്ചയിച്ചു. അദ്ദേഹം ദിവ്യായുധമായ വേലിനോട് കൽപ്പിക്കുകയാണ്. ക്ഷണനേരം കൊണ്ട് ക്രൗഞ്ചമലയെയും താരകാസുരനെയും പിളർന്ന് ക്രൗഞ്ചമലയിൽ ഉറങ്ങുന്ന 1,09,000 വീരന്മാരെയും ഭൂതഗണങ്ങളെയും രക്ഷിച്ചിട്ട് നമ്മുടെ മുമ്പിൽ എത്തിച്ചേരണം. സ്വാമിയുടെ കൽപ്പന കേൾക്കേണ്ട താമസം വേലായുധം മായാജാലങ്ങൾ ചെയ്യുന്ന ക്രൗഞ്ചമലയെയും താരകാസുരനെയും നിഗ്രഹിക്കുന്നതിനായി പാഞ്ഞു ചെന്നു. ദിവ്യമായ വേലായുധത്തെ പിടിക്കുവാനും ഒടിക്കുവാനും താരകാസുരൻ പരിശ്രമിച്ചു. എന്നാൽ അവൻ്റെ ആഗ്രഹം വ്യർത്ഥമായി. വേലായുധം താരകാസുരൻ്റെ ഹൃദയം പിളർന്നു, ക്രൗഞ്ചമലയെ തകർത്തു. മലയുടെ ഗുഹയിൽ മയങ്ങിക്കിടന്നിരുന്ന വീരന്മാരെയും ഭൂതഗണങ്ങളെയും ഉണർത്തി വേലായുധം അവരെ ഉന്മേഷവാന്മാരാക്കി. അതിനുശേഷം ആ ദിവ്യായുധം പുണ്യഗംഗാ നദിയിൽ മുങ്ങി തിരികെ ഈശ്വര സന്നിധിയിൽ എത്തിച്ചേർന്നു. സ്വബോധം തിരിച്ചു കിട്ടിയ വീരന്മാരും ഭൂതഗണങ്ങളും സ്കന്ദദേവ സന്നിധിയിൽ എത്തിച്ചേർന്നു. അവർ സ്കന്ദനെ പൂജിച്ചു, സ്തുതിച്ചു. താരകാസുരനുമായി യുദ്ധം ചെയ്യുന്നതിൻ്റെ ഇടയിൽ വധിക്കപ്പെട്ടിരുന്ന എല്ലാ ഭൂതഗണങ്ങൾക്കും പുനർജന്മം നൽകി അനുഗ്രഹിച്ചു സ്കന്ദദേവൻ. അതിനുശേഷം യുദ്ധക്കളത്തിൽ നിന്നും സ്കന്ദദേവൻ യാത്രയാകുന്നു. ഇതോടുകൂടി ഒരല്പം അഹങ്കാരം വീരബാഹുവിനുണ്ടായിരുന്നു. തനിക്ക് ഒറ്റയ്ക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും എന്ന ഒരു ചെറിയ ഒരു അഹങ്കാരം അത് വീരബാഹുവിനുണ്ടായിരുന്നു. അത് ചെറുതായൊന്ന് നശിപ്പിക്കുകയും ചെയ്തു വേലായുധസ്വാമി. അങ്ങനെ താരകാസുരനെ വധിച്ചതിനു ശേഷം മായാപുരിയിൽ നിന്നും മടങ്ങുകയാണ് സ്കന്ദദേവനും പരിവാരങ്ങളും. ഹരേ കൃഷ്ണ. ഇതാണ് സ്കന്ദപുരാണത്തിലെ താരകാസുര വധം. ഈ കഥ, സ്കന്ദപുരാണത്തിലെ ഈ കഥാഭാഗം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. നാമം ജപിക്കണം, പ്രാർത്ഥിക്കണം. ഹരേ കൃഷ്ണ.